അപ്പോൾ നമുക്കിന്നൊരു സ്ക്രഞ്ചി ട്യൂട്ടോറിയൽ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു വെള്ളയും പിന്നെ ഒരു റെഡ് കളറും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹെയർ ടൈ കൂടി നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇടാം. ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഇടേണ്ടത്. ശേഷം നമ്മൾ നമ്മുടെ ഹെയർ ടൈ എടുക്കുക. ഹെയർ ടൈ എടുത്തിട്ട് നമ്മുടെ സ്ലിപ്പ് നോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ സ്ലിപ്പ് നോട്ടിൽ തന്നെ നമ്മുടെ ഹുക്ക് എന്ത് ചെയ്യുക, തിരിച്ചതിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ചെയിൻ ചെയ്യുക. ശേഷം ഇതിൻ്റെ ഹെയർ ടൈ മൊത്തം നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യുക. നമ്മൾ മൊത്തം ഈ ഒരു ഹെയർ ടൈ കവർ ചെയ്യുന്ന രീതിയിൽ വേണം സിംഗിൾ ക്രോഷേസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ ഈ ഹെയർ ടൈ മൊത്തം സിംഗിൾ ക്രോഷേസ് ചെയ്തിട്ടുണ്ട്. ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 3 ചെയിൻ സ്റ്റിച്ചസ് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷേസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള സിംഗിൾ ക്രോഷേസിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ ഓരോ ഡബിൾ ക്രോഷേസ് വീതം നമ്മൾ ചെയ്യണം. അതങ്ങനെ ലാസ്റ്റ് വരെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ അത് ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ചെയിൻ 1 ചെയ്തിട്ട് യാൺ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബോർഡറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനൊരു റെഡ് യാണിൽ ഞാൻ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ശേഷം നമ്മൾ നേരത്തെ ചെയ്തിരുന്നതിൽ നമ്മുടെ ഹുക്ക് ഒന്ന് കയറ്റിയതിന് ശേഷം ആ ഒരു നമ്മൾ റെഡ് കൊണ്ട് ചെയ്ത സ്ലിപ്പ് നോട്ട് എന്ത് ചെയ്യുക, ഉള്ളിൽ കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ടൊരു ചെയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഓരോ ഡബിൾ ക്രോഷേസിൻ്റെ മുകളിലോട്ട് ഓരോ സിംഗിൾ ക്രോഷേസ് വീതം ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമുക്ക് യാൺ കട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ.